ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ്. എടാ മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോണത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രാമറാണ്. ഇത് 10ാം ക്ലാസ്സുകാർക്ക് മാത്രമല്ല കേട്ടോ, 8ാം ക്ലാസ്സുകാർക്കായാലും 9ാം ക്ലാസ്സിനായാലും ഇനി +1 +2 എല്ലാ ക്ലാസ്സുകാർക്കും ഇംഗ്ലീഷ് ഗ്രാമറിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഗ്രാമറാണ് നമ്മുടെ കണ്ടീഷണൽ ക്ലോസ്. ഇതിനെ ഇമ്പോൾ വിളിക്കാറുള്ളത് ഈഫ് ക്ലോസ് എന്നാണല്ലോ മക്കളെ. അപ്പോൾ ആ ഈഫ് ക്ലോസുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉഡായിപ്പിലൂടെ ഈഫ് ക്ലോസ് പഠിച്ചാലോ? ഒരു കാര്യം നടന്നാൽ അതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി നടക്കും എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ഗ്രാമർ ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളോട് സ്ഥിരമായിട്ട് നിങ്ങളുടെ പേരൻസും ടീച്ചേഴ്സും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്താ? നന്നായി പഠിച്ചാലേ A+ കിട്ടൂ അല്ലേ? ഇതിന്റെ സംഗതി. ഇതിനാണ് നമ്മൾ ഈഫ് ക്ലോസ് എന്ന് പറയാം. അപ്പോൾ ഈഫ് ക്ലോസ് എന്താണെന്നുള്ളതിന് മക്കൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഇവിടെ ബോർഡിൽ ഈഫ് ക്ലോസിനെ കുറിച്ച് ഒരു ചെറിയൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചുതരാം. ഈഫ് ക്ലോസിന്റെ മറ്റൊരു പേരാണ് കണ്ടീഷണൽ സെന്റൻസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് കേട്ടോ. അപ്പം എ കണ്ടീഷണൽ സെന്റൻസ്, അതായത് ഈഫ് ക്ലോസ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 പാർട്സ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷണൽ ക്ലോസിന് പ്രധാനമായും 2 പാർട്ട് ഉണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഈഫ് ക്ലോസ്. അതാണല്ലോ നമ്മൾ വിളിക്കുന്നത് അല്ലേ, ഈഫ് ക്ലോസ്. അപ്പോൾ ഈഫ് എന്ന് വെച്ച് തുടങ്ങുന്ന ഒരു സെന്റൻസ് ഒരു കണ്ടീഷണൽ ക്ലോസിൽ ഉണ്ടാവും. ആ ഈഫ് എന്ന് തുടങ്ങുന്ന സെന്റൻസിനെയാണ് നമ്മൾ ഈഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഇനി അതിന്റെ കൂടെ തന്നെ ഒരു മെയിൻ ക്ലോസ് കൂടി ഉണ്ടാവും. ഈഫ് ക്ലോസിനോട് കൂടി ചേർന്ന ഒരു മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മീനിങ് ഉള്ള സബ്ജക്റ്റും വെർബൊക്കെ ഉള്ള ഒരു ഫുൾ സെന്റൻസ്, അതായത് കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സെന്റൻസ്. അതിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാലാണ് കണ്ടീഷണൽ സെന്റൻസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒന്നുകിൽ ഈ ഈഫ് ക്ലോസ് തരും, എന്നിട്ട് അതിനോട് യോജിച്ച മെയിൻ ക്ലോസ് ഉണ്ടാക്കാൻ പറയും. ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നന്നായി പഠിച്ചാൽ A+ കിട്ടും അല്ലേ? അപ്പം നന്നായി പഠിച്ചാൽ എന്നുള്ളത് കംപ്ലീറ്റ് ആണോ? നിങ്ങളോട് ഇപ്പോൾ ഒരാൾ പറയാണ് നന്നായി പഠിച്ചാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി പഠിച്ചാൽ ഇപ്പം എന്താ അല്ലേ? അല്ലെങ്കിൽ എന്താ? വേഗത്തിൽ ഓടിയാൽ ഇപ്പം എന്താ? ബാക്കി പറഞ്ഞിട്ട് ഞാൻ സെന്റൻസ് കംപ്ലീറ്റ് ആണോ? അല്ല. അപ്പോൾ ഈഫ് ക്ലോസ് ഒരിക്കലും കംപ്ലീറ്റ് അല്ല. ആ ഈഫ് ക്ലോസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ കൂടെ ആര് വേണം? ഒരു മെയിൻ ക്ലോസ് വേണം അല്ലേ? അപ്പോൾ നമുക്ക് പറയാം എന്താ? നന്നായി പഠിച്ചാൽ A+ കിട്ടും. അപ്പോൾ സെന്റൻസ് കംപ്ലീറ്റ് ആയി. ആ A+ കിട്ടും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെന്റൻസിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈഫ് ക്ലോസ് എന്താ? ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിച്ചാൽ യു വിൽ പാസ്. ഇതാണ് ഇതിന്റെ മെയിൻ ക്ലോസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നുകിൽ പരീക്ഷയ്ക്ക് ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ള ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഈഫ് വെച്ചിട്ട് ഒരു ഈഫ് ക്ലോസ് തരും. നമ്മുടെ കോൺവെർസേഷൻ്റെ ഇടയിൽ ഉണ്ടാവാൻ നിങ്ങൾക്ക് അറിയല്ലോ. എന്നിട്ട് നിങ്ങൾ അതിന് യോജിച്ച ഒരു മെയിൻ ക്ലോസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ നേരെ തിരിച്ചും വരും. മെയിൻ ക്ലോസ് തരും, എന്നിട്ട് അതിന് യോജിച്ച എന്ത് നിങ്ങൾ ഉണ്ടാക്കണം? ഈഫ് ക്ലോസ് ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കാൻ ഒരു പണിയില്ല. 3 രീതിയിലാണ് അല്ലെങ്കിൽ 3 കണ്ടീഷനിലാണ് നമ്മുടെ ഈഫ് ക്ലോസ് ഒരു സെന്റൻസിൽ വരിക. ആ കണ്ടീഷൻസ് അത് കാണാതെ പഠിച്ചാൽ പ്രശ്നം കഴിഞ്ഞ്. അപ്പോൾ പിന്നെ നമുക്ക് അതിലേക്ക് കടക്കാം. മക്കളെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഭാഗത്ത് ഈഫ് ക്ലോസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു ഭാഗത്ത് മെയിൻ ക്ലോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു ബോക്സിൽ കാണുന്ന നിയമങ്ങൾ അങ്ങോട്ട് പഠിച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീർന്നു. നമ്മുടെ ഫസ്റ്റ് നിയമം എന്താ അറിയോ? നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന ഈഫ് ക്ലോസ്. ഓക്കെ, ഈഫ് ക്ലോസിൽ ഒരു വെർബ് ഉണ്ടാവും. ഇവിടെ ഇഫ് യു സ്റ്റഡി വെൽ എന്ന എക്സാമ്പിൾ കൊടുത്തിട്ടില്ലേ? അതിലെ വെർബാണ് സ്റ്റഡി. സ്റ്റഡി വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണല്ലോ. അപ്പോൾ ഇതിൽ ഇഫ് യു സ്റ്റഡി വെൽ, അതായത് നീ നന്നായി പഠിച്ചാൽ അല്ലേ? അപ്പോൾ ഇതിൽ പറയുന്ന ആക്ഷൻ, ഇതിൽ നടക്കാൻ പോകുന്ന ആക്ഷൻ എന്താ? പഠിക്കുക എന്നുള്ളതല്ലേ? അപ്പോൾ നീ നന്നായി പഠിച്ചാൽ ഈ ഒരു ആക്ഷൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആക്ഷൻ V1 ഫോം ആണ്. അറിയാലോ, ഒരു വെർബിന് 5 ഫോമിലേക്ക് നമുക്ക് എഴുതാം. V1 ഫോം, S ഫോം, V2 ഫോം, ING ഫോം, അതേപോലെ തന്നെ V3 ഫോം അല്ലേ? അതിൽ ഒരു സെന്റൻസിലെ വെർബ് V1 ഫോമിലോ S ഫോമിലോ ആണെങ്കിൽ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് V1 ഫോം, S ഫോം. ഈ ടെൻസിന് ഒരു പേരുണ്ട്, സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, അപ്പം പറയുകയാണെങ്കിൽ ഒരു സെന്റൻസ് നമുക്ക് ഈഫ് ക്ലോസിലെ സെന്റൻസ് എന്ത് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇനി മെയിൻ ക്ലോസ് തന്നെ ഉണ്ടാക്കേണ്ടി. ആ മെയിൻ ക്ലോസിൽ വിൽ എന്നൊരു ഹെൽപ്പിംഗ് വെർബ്, വെർബിന്റെ മുന്നിൽ വിൽ എന്നൊരു ഹെൽപ്പിംഗ് വെർബും വെക്കണം. പിന്നീട് വെക്കുന്ന വെർബിനെ V1 ഫോമിലേക്ക് മാറ്റി എഴുതും വേണം. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ നോക്കി, ഇഫ് യു സ്റ്റഡി വെൽ. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? ഈ വെർബ് നോക്കുന്നു, വെർബ് സ്റ്റഡി. അപ്പോൾ നമ്മൾ നോക്കുന്ന സ്റ്റഡി എന്നുള്ള V1 ഫോമാണ്. അപ്പോൾ V1 ഫോമോ S ഫോമോ ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണ്, ഒന്നാമത്തെ കണ്ടീഷനാണ്. ഒന്നാമത്തെ കണ്ടീഷനിൽ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് എന്താക്കേണ്ടി? വില്ല് വെക്കണം, പിന്നെ വെക്കുന്ന വെർബിന്റെ V1 ഫോം വെക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ആലോചിക്കുക, ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിച്ചാൽ എന്താ? A+ കിട്ടുമെന്ന് പറഞ്ഞൂടെ? അപ്പോൾ അതാണ് ഇവിടെ ഇത് എന്താ? യു അല്ലേ? യു എന്ന് എഴുതി. നീ നന്നായി പഠിച്ചാൽ നിനക്കല്ലേ കിട്ടുള്ളൂ, അല്ലാതെ നീ നന്നായി പഠിച്ചാൽ അമേരിക്കയിൽ ഭൂകമ്പം ഉണ്ടാവും. കറക്റ്റ് ആണോ? നീ നന്നായി പഠിച്ചാൽ അമേരിക്കയിൽ എങ്ങനെ ഭൂകമ്പം ഉണ്ടാവോ? ഇല്ല. അപ്പോൾ പരസ്പര ബന്ധമുള്ള കാര്യം പറയണോ അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, നീ നന്നായി പഠിച്ചാൽ നിനക്ക് A+ കിട്ടും. അതല്ലേ അതിൻ്റെ ഒരു ശരി അല്ലേ? അല്ലെങ്കിൽ നീ നന്നായി പഠിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റിന് സന്തോഷമാവും. ഞാൻ നന്നായി പഠിച്ചാൽ ഇല്ല അല്ലേ? അപ്പോൾ നീ നന്നായി പഠിച്ചാൽ നിനക്ക് A+ കിട്ടും. അതല്ലേ അതിൻ്റെ ഏറ്റവും ഭംഗി. അപ്പോൾ നമ്മൾ ആ ഭംഗിയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് അതിൽ കിട്ടും എന്നല്ലേ നമ്മുടെ വെർബ്? ആ കിട്ടുന്ന വെർബ് ഗെറ്റ് ആണ് അല്ലേ? ഗെറ്റ്, കിട്ടുക എന്നുള്ളതിന് ഗെറ്റ് ആണ് വെക്കുക. അത് V1 ഫോമിൽ എഴുതണം. അതിന്റെ മുന്നിൽ നമ്മൾ വില്ലും വെച്ചു. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ക്ലിയർ ആയി. ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. വേറൊരു എക്സാമ്പിൾ കൂടി നമുക്ക് ഉണ്ടാക്കി വെക്കാം. നോക്കി, ഇഫ് ഷീ സിങ്സ് വെൽ. ഓക്കെ, എന്താ അതിനർത്ഥം?
ഇഫ് ഷീ സിങ്സ് വെൽ, അവൾ നന്നായി പാടിയാൽ അല്ലെ, അവൾ നന്നായി പാടിയാൽ. ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ വെർബ് സിങ്സ്, പാടുക എന്നല്ലേ, ഇത് എസ് ഫോം ആണ് അല്ലെ. ഇവിടെ സബ്ജക്ട് യു പ്ലൂറൽ ആയതുകൊണ്ടാണ് V1 വന്നത്, ഇവിടെ സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് എസ് ഫോം വന്നു. അത് മനസ്സിലാക്കിയാൽ സിംഗുലർ ഫോർ എസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതൊന്നല്ല ഇവിടുത്തെ നമ്മുടെ മാറ്റർ. എന്തായാലും V1ലായാലും എസ് ഫോമിലായാലും ഏതാ ടെൻസ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണല്ലോ. അപ്പൊ നമ്മൾ ഇപ്പുറത്ത് വെക്കേണ്ട എന്താ, വില്ലാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് അവൾ നന്നായി പാടിയാൽ, അവൾ നന്നായി പാടിയാൽ എന്താ ഗുണം, അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും, അല്ലെങ്കിൽ അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും. അങ്ങനെ പറഞ്ഞൂടെ, എങ്ങനെ പറയാ, അവൾക്ക്, അപ്പൊ ഷീ എന്ന് എഴുതി അല്ലെ. ഇനി കിട്ടും എന്താ വരിക, വിൽ ഗെറ്റ് അല്ലെ, ഷീ വിൽ ഗെറ്റ് ഫസ്റ്റ് പ്രൈസ് എഴുതി കൂടെ. ഇനി അതല്ലെങ്കിൽ അവൾ നന്നായി പാടിയാൽ അവന് സന്തോഷമാകും അല്ല, ഏതെങ്കിലും ഒരു ഓള് പാടിയാൽ ഓനക്ക് സന്തോഷമാവുമല്ലോ, കോഴിയാളാണെങ്കിൽ അല്ലേ. അപ്പൊ എങ്ങനെ പറയാ, അവൾ നന്നായി പാടിയാൽ അവന് സന്തോഷമാകും. അപ്പൊ എങ്ങനെ പറയാ, ഇഫ് ഷീ സിങ്സ് വെൽ he will become happy. ഓക്കെ, വിൽ വെച്ചു, V1 ഫോം ആയിട്ടുള്ള ബിക്കം വെച്ചു, he will become happy. അപ്പൊ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റൻസ് ഉണ്ടാക്കാം, പക്ഷെ ഒരു ബന്ധം വേണം. അതേപോലെ തന്നെ V1ലോ എസ് ഫോമിലോ ആണ് നമ്മുടെ വെർബ് വരുന്നെങ്കിൽ ഇവിടെ എന്താക്കണം, വില്ല് പ്ലസ് V1 വെക്കണം. സംഭവം കിട്ടിയില്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്ക്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മുടെ ഇഫ് ക്ലോസിലെ വെർബ് വരുന്നതെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും അതിലെ വെർബ് ഏത് ഫോമിലായിരിക്കും, V2 ഫോമിലായിരിക്കും. ഇവിടെ സിമ്പിൾ പ്രസന്റ് V1 എസ് ഫോമിലാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ V2 ഫോം ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കേ, സ്റ്റഡീഡ് കണ്ടോ, സ്റ്റഡീന്റെ V2 ഫോം ആണ് ഇത്, സ്റ്റഡീഡ് അല്ലേ. അപ്പം ഇവിടെ പറഞ്ഞതാ, ഇഫ് യു സ്റ്റഡീഡ് വെൽ, നിങ്ങൾ നന്നായി പഠിച്ചിരുന്നെങ്കിൽ, കഴിഞ്ഞു പാസ്റ്റ് ആണ് അല്ലേ, നിങ്ങൾ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എന്താണ് ഇവിടെ, വുഡ് പ്ലസ് V1 ആയി. അതായത് നേരത്തെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയപ്പോൾ വില്ലാണ് ഉപയോഗിച്ചത്, എന്നാൽ സിമ്പിൾ പാസ്റ്റ് V2 ഫോമിൽ വന്നപ്പോൾ വുഡ് വന്നു. വുഡ് വന്നാലും വെർബ് ഏത് ഫോം തന്നെയാണ്, V1 ഫോം തന്നെയാവും. അപ്പൊ നമ്മൾ ഇവിടെ എന്തായത്, ഇഫ് യു സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചാൽ യു വുഡ് ഗെറ്റ് A പ്ലസ്. അപ്പൊ എന്തായി, വില്ലിനോടത്ത് വുഡ് ആയി, ഗെറ്റിന് മാറ്റം വന്നോ ഇല്ല. അപ്പൊ മനസ്സിലാക്കുക, വില്ല് വന്നാലും വുഡ് വന്നാലും V1 ഫോമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ യു വുഡ് ഗെറ്റ് A പ്ലസ്. ഇനി ഈ രണ്ടാമത്തെ സെന്റൻസ് ആണെങ്കിൽ എങ്ങനെ വരിക, ഇഫ് ഷീ, ഇനി സിംഗിന്റെ പാസ്റ്റ് ടെൻസ് എന്താ, സിംഗിനെ V2 ഫോമിലേക്ക് മാറ്റുമ്പോൾ സാങ് അല്ലേ. അപ്പൊ ഇഫ് ഷീ സാങ് വെൽ, അവൾ നന്നായി പാടിയിരുന്നെങ്കിൽ എന്താ വരിക, അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുമായിരുന്നു. എങ്ങനെ പറയാ, ഷീ വില്ലിനോടത്ത് എന്താവും, ഷീ വുഡ് ആവും. സിമ്പിൾ ആണ്, ഷീ വുഡ് ഗെറ്റ് തന്നെ, ഗെറ്റ് മാറുന്നില്ലല്ലോ, V1 തന്നെയാണ് അല്ലേ, ഷീ വുഡ് ഗെറ്റ് ഫസ്റ്റ് പ്രൈസ്. ഇനി അതല്ലെങ്കിൽ അവന് സന്തോഷമാകുന്നാണ് പറയുന്നെങ്കിലോ, ഇഫ് ഷീ സാങ് വെൽ ഹി വുഡ് ബിക്കം ഹാപ്പി. നേരത്തെ ഹി വിൽ ബിക്കം ഹാപ്പി എന്നായിരുന്നു, പക്ഷെ ഇവിടെ പാസ്റ്റ് ആയപ്പോൾ ഹി വുഡ് ബിക്കം ഹാപ്പി. സിമ്പിൾ അല്ലേ, സിമ്പിൾ ആണ് അല്ലേ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താ മക്കളെ, മൂന്നാമത്തെ കണ്ടീഷൻ ഞാനിവിടെ ടൈപ്പ് ചെയ്തതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് മാറിപ്പോയതാണ്, ഞാൻ ടൈപ്പ് മാറ്റാൻ മറന്നു പോയതാണ്. അതായത് പാസ്റ്റ് പെർഫെക്റ്റ്, ഇതിന്റെ പേരെന്താ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കേട്ടോ, മൂന്നാമത്തെ കണ്ടീഷൻ. അപ്പം നമ്മുടെ ഈഫ് ക്ലോസിലെ വെർബ് ഞാൻ നന്നായിട്ട് അതേപോലെ കോപ്പി ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ നമ്മുടെ ഈഫ് ക്ലോസിലെ വെർബ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ എങ്ങനെ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കണ്ടാൽ മനസ്സിലാവുക, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഹാഡ് എന്ന് പറഞ്ഞ ഒരു ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവും, പിന്നെ അതിലെ വെർബ് V3 ഫോം ആവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹാവ്, ഹാസ്, ഹാഡ് എന്നീ ഹെൽപ്പിംഗ് വെർബുകൾ വന്നു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ടാഗ് ഇടുമ്പോൾ പഠിച്ചാണ്, ഹാവ്, ഹാസ്, ഹാഡ് എന്നീ ഹെൽപ്പിംഗ് വെർബുകൾ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന വെർബ് എന്തായിരിക്കും, V3 ഫോമിലേ വരുള്ളൂ. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അതല്ലെങ്കിൽ അതിലെ വെർബ്, സെന്റൻസിലെ വെർബ് ഹാഡ് പ്ലസ് V3 ഫോമിലാണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ എന്താ മാറ്റം വരുത്തുക, വുഡ് തന്നെ വരും, പാസ്റ്റ് ആണല്ലോ. പിന്നെ അതിന് ശേഷം ഒരു ഹാവ് എന്ന് പറഞ്ഞൊരു ഹെൽപ്പിംഗ് വെർബും കൂടി വരും. പിന്നെ ശേഷം വെക്കുന്ന വെർബിനെ ഏത് ഫോമിലേക്ക് മാറ്റണം, V3 ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കി, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, കണ്ടോ ഇവിടെ നമ്മൾ ഹാഡ് എന്ന് പറഞ്ഞൊരു ഹെൽപ്പിംഗ് വെർബ് വെച്ചു, സ്റ്റഡീന്റെ V3 ഫോം. സ്റ്റഡീന്റെ V2 V3 സ്റ്റഡീഡ് ആണ്, പക്ഷേ ഇത് ഈ സ്റ്റഡീഡ് V3 ആണെന്ന് മനസ്സിലായി, അതിന്റെ മുന്നിൽ ഹാഡ് എന്നുള്ള ഹെൽപ്പിംഗ് വെർബ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വെർബിന്റെ മുന്നിൽ ഹാസോ ഹാവോ ഹാഡോ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കുക, ശേഷം വരുന്ന വെർബ് ഏത് ഫോം ആയിരിക്കും, V3 ഫോം ആയിരിക്കും. എഡിറ്റിംഗിലൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ, ഈ കാര്യങ്ങളൊക്കെ എഡിറ്റിംഗിലൊക്കെ ഇങ്ങനത്തെ മിസ്റ്റേക്കുകളാണ് വരിക. അപ്പോൾ എന്തായാലും മനസ്സിലാക്കുക, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത്, നമ്മൾ യു വുഡ് വെച്ചു, ഹാവ് വെച്ചു, പിന്നെ വെർബിന്റെ ഗെറ്റിന്റെ V3 ആണ് ഗോട്ട്, ഗോട്ടൻ എന്നും പറയും, പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷിലാണ് ഗെറ്റിന്റെ V3 ഗോട്ടൺ, നമ്മുടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലൊക്കെ ഗോട്ട് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗോട്ട് എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ എങ്ങനെ വരാം, യു വുഡ് ഹാവ് ഗോട്ട് A പ്ലസ്, നിനക്ക് A പ്ലസ് കിട്ടുമായിരുന്നു. അപ്പോൾ കിട്ടിയ മക്കളെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും കൂടി ചെയ്യാം, അതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് കാണാപ്പാടാവും. ഓക്കെ, എടാ നമ്മുടെ SLC പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ടാഗിൽ ചെയ്ത അതേ വർക്ക് തന്നെയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അതായത് ഓണ്ട് ജെയിനും ജാക്കും കൂടി നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്. ഇതിലെ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു അല്ലേ, അതായത് യു ബോട്ട് എവറിത്തിങ് ഓൺ ഇൻസ്റ്റാൾമെന്റ്സ്. കഴിഞ്ഞ ക്ലാസ് കണ്ട ക്വസ്റ്റ്യൻ ടാഗിന്റെ ക്ലാസ് കണ്ടവർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഒന്നുമില്ല, ഇവിടെ ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വെർബാണ് വന്നത്. ബോട്ട് എന്നുള്ളത് ബൈന്റെ V2 ഫോം ആണ് അല്ലേ. അപ്പോൾ V2 ഫോം ആകുമ്പോൾ നമ്മൾ വെച്ചെന്ത്, ഡിഡ് വെച്ചു, പിന്നെ പോസിറ്റീവ് ആയതുകൊണ്ട് ഡിഡിന്റെ ആക്കി, പിന്നെ U2, ഡിഡിന്റെ U ആണ് ഇതിന്റെ ഉത്തരം. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, അതല്ല ഇവിടുത്തെ മാറ്റർ. അപ്പോൾ ഇതിങ്ങനെ കോൺവെർസേഷൻ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തുമ്പോൾ നോക്കിയാൽ ലാസ്റ്റ് നമ്മുടെ ഓണ്ട് ജെയിൻ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് മക്കളെ, ഐ ഡോണ്ട് തിങ്ക് സോ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇഫ് യു ഫെയിൽ ടു പേ ദ ഇൻസ്റ്റാൾമെന്റ്, നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ ഫെയിൽ ആയാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ നിങ്ങൾ അടവ് അടച്ചിട്ടില്ലെങ്കിൽ, എന്നിട്ട് ഇവിടെ ഡാഷ് ഇട്ടു, എന്തോ സംഭവിക്കുന്നു അല്ലേ. അപ്പൊ ഇവിടെ ഈഫ് ക്ലോസ് അല്ലേ, നിങ്ങൾക്കുള്ള ക്ലൂ എന്താണെന്ന് വെച്ചാൽ ഈഫ് വെച്ചിട്ട് ഒരു സെന്റൻസ് തുടങ്ങിയോ 100% ഉറപ്പിച്ചോളി, അത് ഈഫ് ക്ലോസ് ആയിരിക്കും. അപ്പൊ ഇനി നിങ്ങൾ ഉണ്ടാക്കേണ്ട എന്താ മക്കളെ, മെയിൻ ക്ലോസ് അല്ലേ. അപ്പൊ മെയിൻ ക്ലോസിൽ അവിടെ വെക്കേണ്ടത് എന്താണെന്ന് നമുക്ക് ഇവിടെ മുകളിൽ തന്നെ ക്ലൂ തന്നിട്ടുണ്ടാവും. ഒന്നുകിൽ താഴെ
താഴെ ക്ലൂ ഉണ്ടാവും അല്ലെങ്കിൽ മുകളിലുണ്ടാവും. ഇവിടെ ഇപ്പോൾ ഈ സെന്റൻസോടെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അത് വേറെ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഇതോടെ കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ ക്ലൂ കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ആ ചാപ്റ്റർ മനസ്സിലാക്കണം. നിങ്ങൾക്ക് പാഠഭാഗത്തിലുള്ള എന്തെങ്കിലും സന്ദർഭങ്ങളാണ് തരിക അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്കറിയാം ഓൺ ഡിജൈൻ എന്ന് പറഞ്ഞാൽ ജാക്കിന്റെയും ജില്ലിന്റെയും വീട്ടിൽ പോയിട്ട് അവരുടെ ഓരോ വസ്തുക്കൾ അവരുടെ കാറും ഫർണിച്ചറൊക്കെ കണ്ട് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്നതാണല്ലോ ആ നെവർ നെവർ നെസ്റ്റ് എന്ന് പറഞ്ഞ കഥയിലും അല്ലെങ്കിൽ ആ ഡ്രാമയിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഓൺ ഡിജൈനും ജാക്കും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ. ജാക്കിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയൊക്കെ വാങ്ങിയെന്ന് നോക്കുമ്പോൾ അടവിനാണ് വാങ്ങിയെന്ന് പറയുന്നു. അങ്ങനെ ജാക്കിനോട് നിനക്ക് എത്ര പണം കിട്ടുന്നുണ്ട്, നീ എത്ര സമ്പാദിക്കുന്നുണ്ട് ചോദിച്ചപ്പോൾ ആഴ്ചയിൽ 6 പൗണ്ട് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഓൺ ഡിജൈന് തോന്നുകയാണെന്ത്, അയ്യോ നിനക്ക് ഇതൊക്കെ അടയ്ക്കാൻ കഴിയുമെന്ന് തോന്നുകയാണല്ലേ, അതായത് ഇവൻ ഇതൊക്കെ അടയ്ക്കാൻ പറ്റുമോ, അടവൊക്കെ അടയ്ക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ അടവ് അടച്ചിട്ടില്ലെങ്കിൽ അതായത് ഈ സാധനങ്ങളുടെയൊക്കെ ഇൻസ്റ്റാൾമെന്റ് നീ പേ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നിനക്കെല്ലാം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരും അല്ലേ. അതായത് ഓൺ ഡിജൈൻ ഉദ്ദേശിക്കുന്നത് എന്താ, മോനെ ഇതിന്റെ അടവൊന്നും നീ അടച്ചിട്ടില്ല നിനക്കെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ നിനക്കെല്ലാം നഷ്ടപ്പെടും അതല്ലേ ഇവിടെ വെക്കേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടും. അപ്പൊ നിനക്ക് അല്ലെ നിങ്ങൾക്ക് എന്നുള്ളതിന് ഏതൊക്കെ മക്കളെ, യു അല്ലേ. അപ്പൊ സബ്ജക്ട് നമ്മൾ വെച്ചു. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്, ഇവിടെയുള്ള വെർബ് ഇഫ് യു ഫെയിൽ ടു പേ ദ ഇൻസ്റ്റാൾമെന്റ് എന്നല്ലേ. അപ്പൊ ഇതിലെ വെർബ് ഏതാ, ഫെയിൽ ആണ് അല്ലെ. ഇതിലെ വെർബ് ഏതാ, ഫെയിൽ, അതായത് പരാജയപ്പെടുകയാണെങ്കിൽ, അടയ്ക്കാൻ പരാജയപ്പെടുകയാണെങ്കിൽ അല്ലെ. അപ്പൊ ഫെയിൽ എന്നുള്ള വെർബ് നമ്മൾ നോക്കേണ്ടത് എന്താ, കണ്ടീഷൻ നമ്പർ 1 ഏതായിരുന്നു, സിമ്പിൾ പ്രസന്റ് ടെൻസ്, അതായത് V1 എസ് ഫോമിലോ ആണോ നോക്കണം. അതല്ലെങ്കിൽ കണ്ടീഷൻ നമ്പർ 2 അതായത് V2 ഫോമിലാണോ നോക്കണം. അതും അല്ലെങ്കിൽ കണ്ടീഷൻ നമ്പർ 3 ഏതാ, നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് അതായത് ഹാഡ് പ്ലസ് V3 ഫോമിലാണോ എന്ന് നോക്കണം. ഇങ്ങനെ 3 കണ്ടീഷൻ അല്ലേ നമുക്ക് ഇവിടെ. ഫെയിൽ എന്ന വെർബല്ലേ ഉള്ളത്. ഈ ഫെയിൽ എന്നുള്ളത് എന്തായാലും ഹാഡ് പ്ലസ് V3 അല്ല, ഇതിലെ ഹാഡ് വന്നിട്ടുണ്ടോ, ഇല്ല അല്ലെ. ഹാഡ് ഫെയിൽഡ് നല്ലല്ലോ വന്നത്. ഇനി ഫെയിലിന്റെ V2 എന്ന് പറഞ്ഞാൽ ഫെയിൽഡ് ആണ്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനും അല്ല. അപ്പൊ ഫെയിൽ എന്ന് പറഞ്ഞാൽ V1 ആണ് അല്ലെ. ഫസ്റ്റ് വേർഡിലെ ഒരു വെർബിന്റെ ഫസ്റ്റത്തെ ഫോമിനെയാണ് നമ്മൾ V1 ഫോം എന്ന് വിളിക്കുക അല്ലെ. അപ്പൊ ഫെയിൽ എന്നുള്ളത് V1 ഫോം ആണ്. V1 ഫോമും എസ് ഫോമും ഫസ്റ്റത്തെ കണ്ടീഷൻ അല്ലേ. ഫസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ ഏത് ഹെൽപ്പിംഗ് വെർബ് വെക്കേണ്ടത് മക്കളെ, വില്ല് വെക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഇത് വെച്ചു, യു വിൽ എന്ന് വെച്ചു. ഇനി നമുക്കൊരു വെർബ് വെക്കണ്ടേ, എന്താ വെക്കണ്ടേ, നിനക്ക് എല്ലാം നഷ്ടപ്പെടുമെന്നല്ലേ പറയേണ്ടത്. അപ്പൊ നഷ്ടപ്പെടുക എന്നുള്ളതിന് ഏത് വെർബാ, ലോസ് അല്ലെ. ഏതാ വെർബ്, ലോസ്, LOSC. അപ്പൊ അതിന്റെ V1 ലോസ് ആണ് അല്ലെ. ലോസ് ലോസ്റ്റ് എന്നാണ് പറയാ. അപ്പൊ യു വിൽ ലോസ് എവറിത്തിങ് അല്ലെ. യു വിൽ ലോസ് എവറിത്തിങ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടി. മനസ്സിലായില്ലേ, ഇത്ര സിമ്പിൾ ആണ്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടി നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അതുകൂടി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് റൂംമേറ്റും അടീച്ചയും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്. ഇവിടെയും ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ചെയ്താണ്. ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ആയിട്ട് 6 വന്നിട്ടുണ്ട്. അപ്പം 6 × U എന്നാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. അങ്ങനെ നമുക്ക് താഴേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കണ്ടോ, അടിച്ചേ പറയുന്ന ഒരു ഡയലോഗ്, മേ ബി ഒരു പക്ഷേ എന്നിട്ട് പറയണത്, ഇഫ് യു വാണ്ട് ടു ലിസൺ ടു മരിയ കാരി. മരിയ കാരി എന്ന് പറഞ്ഞാൽ ആ ഒരു അടിച്ചിയുടെ നമ്മുടെ ചാപ്റ്റർ ഉണ്ട്, ഡേഞ്ചേഴ്സ് ഓഫ് സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞ ഒറ്റക്കഥയിൽ അപകടങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അതായത് നമ്മുടെ അടിച്ചിയുടെ ആ ഒരു പാഠം, ആ പാഠത്തിലെ ഒരു ഭാഗമാണ്, സന്ദർഭമാണ് നിങ്ങൾക്ക് ഇവിടെ കോൺവെർസേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അടിച്ചിയും അവളുടെ അമേരിക്കൻ റൂംമേറ്റും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്. അപ്പൊ അടിച്ചിയെ പറയുന്നുണ്ട്, അടിച്ചിയെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്, അവളൊക്കെ ചെറുപ്പം മുതലേ വായിച്ചു വളർന്നതും കേട്ടതും ഒക്കെ അമേരിക്കക്കാരുടെ പുസ്തകങ്ങളും അമേരിക്കക്കാരുടെ പാട്ടുകളൊക്കെയാണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ കേട്ടതൊക്കെ മരിയ കാരി, അതേപോലെ ജൂലിയ കാബെ, ഇങ്ങനെയുള്ളവരുടെ പാട്ടുകളും അതേപോലെ തന്നെ പുസ്തകങ്ങളൊക്കെയാണ് അല്ലേ. അപ്പൊ ഇവിടെ ഇവള് പറയുന്നത് എന്താ അറിയോ, നമ്മുടെ അമേരിക്കൻ റൂംമേറ്റ് ചോദിക്കുകയാണ് എന്ത്, ആഫ്രിക്ക ഈസ് നോൺ ഫോർ ഇറ്റ്സ് ട്രൈബൽ മ്യൂസിക്. ആഫ്രിക്കയിൽ ഫുള്ള് ട്രൈബൽ മ്യൂസിക് അല്ലേ. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് എന്ത്, നിന്റെ കയ്യിൽ വല്ല ട്രൈബൽ മ്യൂസിക് ഉണ്ടോ എന്നൊക്കെ മേലെ ചോദിക്കുന്നുണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് ഇതിന്റെ ക്ലൂ കിട്ടി, ഇവൾ എന്താ ഉദ്ദേശിക്കുന്നതെന്നല്ലേ. അപ്പൊ അവള് അടിച്ച് പറയാണ്, എന്റെ കയ്യിൽ ട്രൈബൽ മ്യൂസിക് ഒന്നും ഇല്ല കുട്ടി അല്ലെ. എന്നിട്ട് പറയണത്, ഇഫ് യു വാണ്ട് ടു ലിസൺ മരിയ കാരി, മരിയ കാരിയുടെ പാട്ട് നിനക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ, മരിയ കാരിയുടെ മ്യൂസിക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ തരാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ ക്ലോസ് വെക്കണ്ടേ, ഞാൻ തരാം എന്നല്ലേ വേണ്ടത്, അത് ഞാൻ നിനക്ക് തരാം അല്ലെ. അപ്പൊ ഇവിടെ സബ്ജക്ട് ഐ ഏതൊക്കെ ഞാൻ അല്ലെ. ഇനി നിനക്ക് തരാം എന്നല്ലേ വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് വെർബ് നോക്കണം, V1 ആണോ V2 ആണോ അല്ലെങ്കിൽ എസ് ഫോം ആണോ അതല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 ആണോ നോക്കണ്ടേ. ഇവിടുത്തെ വെർബ് വാണ്ട് അല്ലേ, വാണ്ട് V1 ആണ്. V1 ആണെങ്കിൽ വിൽ അല്ലേ വെക്കേണ്ടത്. അപ്പൊ എങ്ങനെ വരിക, ഐ വിൽ ഗിവ്. തരാന്നുള്ളത് എന്താ പറയാ, ഐ വിൽ ഗിവ്. ഐ വിൽ ഗിവ് എന്ന് മതി, അല്ലെങ്കിൽ ഐ വിൽ ഗിവ് യു. ഓക്കെ, അങ്ങനെ വേണമെന്നില്ല, ഐ വിൽ ഗിവ് എന്ന് പറഞ്ഞാൽ മതി. അതായത് നിനക്ക് മരിയ കാരിയുടെ മ്യൂസിക് വേണമെങ്കിൽ ഐ വിൽ ഗിവ്, ഞാൻ തരാം. ഓക്കെ, അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ക്ലോസിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താം. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇനി നമുക്ക് 1-2 വർക്കും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ഇവിടെ ബോർഡിൽ 6 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ 6 എക്സാമ്പിളിലും കൂടി നിങ്ങളെ ആൻസർ കണ്ടെത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം തരാം, ഇതാ ഇപ്പൊ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഇതിനൊക്കെ നിങ്ങളെ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്ലോസ് ഓക്കെ ആയി. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്കൊന്ന് ചെയ്യാം, എന്താണ് ഉത്തരം എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ശരിയാണോ നോക്കട്ടോ. ഫസ്റ്റ് എന്താ, ഇഫ് വാങ്ക റൈറ്റ്സ് ദ അഡ്രസ് എന്ന് പറഞ്ഞാൽ വാങ്ക കത്തിൽ അഡ്രസ് എഴുതിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വാങ്ക അഡ്രസ് എഴുതിയിരുന്നെങ്കിൽ എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ ആ ചാപ്റ്റർ കാണുമ്പോൾ നമുക്കറിയാം എന്താ, ആ ചാപ്റ്റർ അതായത് വാങ്കയുടെ ചാപ്റ്ററിൽ വാങ്ക കത്തിൽ അഡ്രസ് പ്രോപ്പർ ആയിട്ട് എഴുതിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പാണ് ആ കത്ത് എവിടെ എത്തൂല, ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് എത്തൂല അല്ലെ. അപ്പം നമുക്ക് ഇവിടെ എന്താ പറയാൻ പറ്റുക, വാങ്ക കത്തിൽ അഡ്രസ് എഴുതിയിരുന്നെങ്കിൽ എന്താണ്, ഗ്രാൻഡ് ഫാദറിന് കത്ത് കിട്ടും
എന്ന് എഴുതിക്കൂടെ? അതല്ലെങ്കിൽ ആ കത്ത് അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും എന്ന് പറഞ്ഞൂടെ? അപ്പൊ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം. നമുക്ക് ഫസ്റ്റത്തെ വെച്ച് നോക്കാം. ഗ്രാൻഡ് ഫാദറിന് കത്ത് കിട്ടും, അതല്ലേ നല്ലത് അല്ലേ? അപ്പൊ അതെങ്ങനെയാ നമ്മൾ എഴുതുക? ആദ്യം തന്നെ നമ്മൾ നോക്കണ്ടേ ഇതിലെ വെർബ് അല്ലേ? ഇതിലെ വെർബ് ഏതാ? റൈറ്റ്സ്. റൈറ്റ്സ് എന്നുള്ള എസ് കണ്ടാൽ തന്നെ, ഒരു വെർബിന്റെ കൂടെ എസ് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് എസ് ഫോം ആണ്. എസ് ഫോം ആണെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ അല്ലേ? ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ വെക്കേണ്ട വെർബ് ഏതാണ്? ഹെൽപ്പിംഗ് വെർബ് വില്ലാണ്. പിന്നെ വെർബിനെ V1 ഫോമിലേക്ക് മാറ്റണം എന്നല്ലേ പഠിച്ചത്? അപ്പോൾ ഇഫ് വാങ്ക റൈറ്റ്സ് ദ അഡ്രസ്, വാങ്ക കത്ത് എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ അഡ്രസ് എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഗ്രാൻഡ് ഫാദറിന് കത്ത് കിട്ടും. എങ്ങനെ വെക്കുക? ഗ്രാൻഡ് ഫാദർ, ഇത് ക്യാപിറ്റൽ ഒന്നും എഴുതണ്ട, ഇതിന്റെ കൂടെ തന്നെ ഉള്ളതല്ലേ? അപ്പോൾ ഗ്രാൻഡ് ഫാദർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വിൽ അല്ലെ? വില്ല് വെക്കണം. എന്തുകൊണ്ടാണ് വില്ല് വെച്ചത്? ഇവിടെ എസ് ഫോം ആണ്. V1 എസ് ഫോം ഒക്കെ ആണെങ്കിൽ വില്ല് വെക്കണം. ഇനി നമ്മുടെ വെർബ് ഏതാ? കിട്ടുന്നല്ലേ? കിട്ടുന്നതിന് ഒന്നുകിൽ ഗെറ്റ് വെക്കാം അല്ലെങ്കിൽ റിസീവ് വെക്കാം, എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. വിൽ ഗെറ്റ് ദ ലെറ്റർ. കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇനി ഇതേ ഉത്തരം തന്നെ കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ദ ലെറ്റർ വിൽ റീച്ച് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ, അങ്ങനെ ചെയ്താൽ കത്ത് അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. അപ്പൊ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ V1 എസ് ഫോമോ ആണെങ്കിൽ അവിടെ വില്ല് എന്ന ഹെൽപ്പിംഗ് വെർബും വരണം, അതേപോലെ തന്നെ വെർബിന്റെ V1 ഫോമും വരണം. ബാക്കി ഇപ്പൊ ഒരു 100 കുട്ടികൾ എഴുതണം, 100 കുട്ടികളും 100 ടൈപ്പിലായിരിക്കും സെന്റൻസ് ചെയ്താൽ, ഏത് സെന്റൻസിൽ എഴുതിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ ഗ്രാമർ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ. ഇനി രണ്ടാമത്തെ എന്താ? ഇഫ് ഡോക്ടർ മൂവ്ഡ് സ്ലൈറ്റ്ലി. ഇത് ഞാൻ ഉദ്ദേശിച്ചത് ആ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കോൺവെർസേഷൻ തരില്ല, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഏത് സിറ്റുവേഷൻ ആണെന്ന്. അപ്പൊ ഇവിടെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ചാപ്റ്ററിൽ ഡോക്ടറുടെ കയ്യിലേക്ക് പാമ്പ് ചുറ്റിയില്ലേ? അപ്പം ഇവിടെ പറഞ്ഞത് ഡോക്ടർ അല്ലെങ്കിൽ ആ ഹോമിയോപ്പതി ഒരല്പം അനങ്ങിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? പാമ്പ് അയാളെ കൊത്തുമായിരുന്നു അല്ലെ? അപ്പൊ അതെങ്ങനെ പറയാ? ഇവിടെ നമ്മുടെ ഇതേതാ വെർബ്? വെർബ് മൂവ്ഡ്. മൂവ്ഡ് എന്നാണ്. മൂവ്ഡ് എന്നുള്ള വെർബ് കണ്ടാൽ തന്നെ അറിയാം, ഡി കണ്ടാൽ തന്നെ അറിയാം എന്താ? അത് V2 ഫോം ആണ് അല്ലേ? അപ്പൊ V2 ഫോം ആണെങ്കിൽ നമ്മൾ വെക്കേണ്ട ഹെൽപ്പിംഗ് വെർബ് ഏതാ മക്കളെ? വുഡ് അല്ലേ? ഇവിടെ വില്ലിന്റെ സ്ഥാനത്ത് വുഡ് ആക്കണം. അപ്പോൾ നമുക്കറിയാം ഡോക്ടർ അനങ്ങിയിരുന്നെങ്കിൽ ആരാ സബ്ജക്ട്? പാമ്പ് കൊത്തുന്നല്ലേ പറയേണ്ടത്? അപ്പൊ ദ സ്നേക്ക് അല്ലേ? ദ സ്നേക്ക്. ഇനി വെർബ് ഏതാ? വുഡ്. വുഡ്. ഇനി കൊത്തുക എന്നുള്ളതിന് സ്ട്രൈക്ക് എന്നാണ് പറയാ. അപ്പൊ ഇതിന്റെ V1 സ്ട്രൈക്ക്, V1 തന്നെ ഇതിന്റെ സ്ട്രൈക്ക് V2 എന്ന് എഴുതരുത്. അപ്പം എന്താ ഇതിന്റെ? വുഡ് സ്ട്രൈക്ക് ഹിം അല്ലേ? അയാളെ. ഇനി ഇവിടെ ഡോക്ടർ നോക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് ഹിം. അപ്പൊ എങ്ങനെ വുഡ് വന്നതെന്ന് മനസ്സിലായില്ലേ? ഇവിടെ V2 ആയപ്പോൾ അവിടെ വുഡ് വന്നു. വുഡ് വന്നാലും V1 തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. ഇതിപ്പോ നിങ്ങൾക്ക് വേറെ ഇപ്പോൾ ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വുഡ് അറ്റാക്ക് ഹിം എന്ന് വെച്ചാൽ മതി, അല്ലെങ്കിൽ വുഡ് ബൈറ്റ് ഹിം എന്ന് വെക്കാം. കടിക്കുക എന്നുള്ളതിന് ബൈറ്റ് എന്നും കൂടി പറയല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണം വെക്കാം, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ വുഡ് വെക്കണം, V1 ഫോം വെക്കണം, അതിനാണ് നിർബന്ധം കേട്ടോ. ഇനി മൂന്നാമത്തെ വെർബ് നോക്ക്. ഇഫ് ഗ്രാൻഡ് ഡാഡ് ഹാഡ് ഗോട്ട് ദ ലെറ്റർ. ഗ്രാൻഡ് ഫാദറിന് കത്ത് കിട്ടിയാൽ, അതായത് നമ്മുടെ വാങ്കയുടെ ചാപ്റ്ററാണ് ഞാൻ ബേസ് ചെയ്തത്. അപ്പൊ വാങ്കയുടെ ആ കത്ത് ഗ്രാൻഡ് ഡാഡിന് കിട്ടിയെന്ന് വിചാരിക്കും. എന്താ സംഭവിക്കുക? അയാൾ വാങ്കയെ രക്ഷിക്കും, അല്ലെങ്കിൽ വാങ്കയെ സഹായിക്കും, അല്ലെങ്കിൽ അയാൾക്ക് സങ്കടമാവും. ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ? നമുക്ക് ഫസ്റ്റ് എടുക്കാം. എന്താ? അയാൾ വാങ്കയെ രക്ഷിക്കും അല്ലെ? അപ്പൊ ഇനി ഗ്രാൻഡ് ഡാഡ് ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഗ്രാൻഡ് ഡാഡ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ എന്ത് പറഞ്ഞാൽ മതി? ഹി അല്ലെ? അതായത് അദ്ദേഹം എന്ത് ചെയ്യും? വാങ്കയെ രക്ഷിക്കും എന്നല്ലേ? അപ്പൊ നമുക്ക് വില്ല് വെക്കണോ, വുഡ് വെക്കണോ, വുഡ് ഹാവ് വെക്കണോ നോക്കാം. ഇവിടെ ഏതാ വെച്ചത്? ഇവിടെ നോക്കി, ഹാഡ് എന്ന ഹെൽപ്പിംഗ് വെർബ് വന്നിട്ടുണ്ട്, ശേഷം ഗെറ്റിന്റെ V3 ഫോമായ ഗോട്ടും വന്നിട്ടുണ്ട് അല്ലെ? ഗെറ്റിന്റെ V2 V3 ഗോട്ടൻ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് V3 ആണെന്ന് മനസ്സിലാവേണ്ടത് മുന്നിലെ ഹാഡ് എന്നുള്ള ഹെൽപ്പിംഗ് വെർബ് വന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഹാഡ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ്, മൂന്നാമത്തെ കണ്ടീഷൻ അല്ലേ? മൂന്നാമത്തെ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്താ വെക്കേണ്ടത്? വുഡ് വെക്കണം, വുഡിന്റെ കൂടെ ഹാവ് വെക്കണം, പിന്നെ ഹാവ് വന്നാൽ പിന്നെ വെർബിന്റെ V3 ഫോം അല്ലേ വരിക? നമുക്ക് ഇവിടെ വെക്കേണ്ട വെർബ് എന്താ? രക്ഷിക്കാന്നല്ലേ? രക്ഷിക്കാന്നുള്ളതിന് സേവ് അല്ലേ? സേവിന്റെ V3 ഏതാ? സേവ്ഡ്. ഇനിയിപ്പോ ഹെൽപ്പ് ആണെങ്കിൽ ഹെൽപ്ഡ്. ഓക്കെ. ഇനിയിപ്പോ അയാൾ സങ്കടപ്പെടുന്നാണെങ്കിൽ ആവുക എന്നുള്ളതിന് ബിക്കം അല്ലെങ്കിൽ ബീൻ ആണ്. ബിക്കം ആണെങ്കിൽ ബിക്കം എന്നതാണ് V3 ഫോം, അതിലെ ബീൻ ആണെങ്കിൽ ബീൻ എന്നാണ് V3 ഫോം. നമുക്കിവിടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വെർബ് ചെയ്താൽ മതി. അപ്പൊ അയാൾ വാങ്കയെ രക്ഷിക്കുന്നാണെങ്കിൽ ഹി വുഡ് ഹാവ് സേവ്ഡ്. സേവ്ഡ് V3 ഫോം വന്നല്ലേ? സേവ്ഡ് വാങ്ക. ഓക്കെ. അപ്പൊ ഗ്രാൻഡ് ഫാദറിന് കത്ത് കിട്ടിയിരുന്നെങ്കിൽ അയാൾ വാങ്കയെ രക്ഷിക്കുമായിരുന്നു. ഓക്കെ. ഇനി അടുത്തെന്താ? ഇഫ് ദ സ്നേക്ക് കിൽഡ് ദ മംഗൂസ്. നമ്മുടെ ഫസ്റ്റ് അഡ്വഞ്ചേഴ്സിന്റെ വരിയൻട്രിയിൽ നമുക്കറിയാം സ്നേക്കും മംഗൂസും തമ്മിൽ നടക്കുന്ന ഒരു ഭയങ്കര ഫൈറ്റ് ഉണ്ട് അല്ലേ? ആ ഫൈറ്റിൽ നമുക്കറിയാം അവസാന റിസൾട്ട് എന്തായിരുന്നു? നമ്മുടെ മംഗൂസ് കീരി പാമ്പിനെ കൊന്നു. ഞാൻ ഇവിടെ പറഞ്ഞത് അത് തിരിച്ചായിരുന്നെങ്കിൽ, അതായത് സ്നേക്ക് ആണ് മംഗൂസിനെ കൊന്നതെങ്കിൽ നമുക്കറിയാം അവിടെ കീരി പാമ്പിനെ കൊന്നപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ? അപ്പൊ തിരിച്ചായിരുന്നെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് സങ്കടമാവും എന്നല്ലേ നമുക്ക് പറയേണ്ടത്? അപ്പൊ നമുക്കിവിടെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് സങ്കടമാകും എന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മുടെ സബ്ജക്ട് ഏതാ? ഗ്രാൻഡ് ഫാദർ അല്ലെ? ഗ്രാൻഡ് ഫാദർ. ഞാൻ ഫുൾ ആയിട്ട് എഴുതിയിട്ടില്ല, ഗ്രാൻഡ് ഫാദർ. ഇനി എന്താണ് ഇവിടെ നമ്മൾ വെർബ് നോക്കുക? കിൽഡ്, കൊന്നു എന്നുള്ളതല്ലേ? കിൽഡ് എന്നുള്ള V2 ഫോം ആണ്. V2 ഫോം ആണെങ്കിൽ വുഡ് വെക്കണം, ഗ്രാൻഡ് ഫാദർ വുഡ് അല്ലെ? ഇനി ആവുക എന്നുള്ളതിന് ഒന്നുകിൽ ബി പറയാം, അല്ലെങ്കിൽ ബിക്കം, ഏത് വേണമെങ്കിലും ഇതാ. അപ്പൊ ഗ്രാൻഡ് ഫാദർ വുഡ് ബിക്കം ഹാപ്പി. ഓക്കെ. ബിക്കം അതായത് V1 ഫോം ആണ് വേണ്ടത് അല്ലേ? ഗ്രാൻഡ് ഫാദർ വുഡ് ബിക്കം ഹാപ്പി അല്ല, സോറി, വുഡ് ബിക്കം സാഡ് അല്ലേ? സങ്കടമാവും. അതായത് പാമ്പാണല്ലോ പാമ്പ് കീരിനെയല്ലോ കൊന്നത്. അപ്പൊ അങ്ങനെയാണ് ഗ്രാൻഡ് ഫാദർ വുഡ് ബിക്കം സാഡ് അല്ലെ? ഇനി അടുത്തെന്താ? ഇഫ് യു വിൻ എ ലോട്ടറി. ഇത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്കൊരു ലോട്ടറി കിട്ടിയാൽ, നിങ്ങൾക്ക് ലോട്ടറി കിട്ടിയ നിങ്ങൾ പലതും ചെയ്യുന്ന എനിക്കറിയാം. അപ്പോൾ ഞാൻ എൻ്റെ കേസിൽ പറഞ്ഞുതരാം. എന്താണ്? ഇപ്പോൾ ഇഫ് യു വിൻ എ ലോട്ടറി, നിങ്ങൾക്കൊരു ലോട്ടറി കിട്ടിയാൽ എന്ന് പറയണേ. അപ്പോൾ അയാൾ പറയാണ് എന്ത്? യു വിൽ അല്ലെ? എന്തുകൊണ്ട് അവിടെ വില്ല് വെച്ചത്? എന്താണ് വില്ല് വെച്ചേ? ഇവിടെ വിന്ന് V1 ഫോം അല്ലേ? V1 ഫോം ആയതുകൊണ്ട് വില്ല് വെക്കണം. അപ്പൊ യു വിൽ ബൈ എ കാർ. പറഞ്ഞൂടെ? യു വിൽ ബൈ എ
കാർ, നിങ്ങളൊരു കാർ വാങ്ങും അല്ലേ? അതായത് നിങ്ങൾക്കൊരു ലോട്ടറി കിട്ടിയാൽ നിങ്ങളൊരു കാർ വാങ്ങും. ചുമ്മാ പറഞ്ഞൂടെ? ഇനി അടുത്തെന്താണ്? ഇഫ് ഐ ഹാഡ് ഗോട്ട് ഫുൾ എ പ്ലസ്. അത് നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ എന്താ, എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ ഇവിടെ ഹാഡ് പ്ലസ് V3 അല്ലേ? ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വുഡ് ഹാവ് പ്ലസ് V3 ഫോമിലേക്ക് മാറ്റണ്ടേ? അപ്പോൾ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയാൽ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമാവും. എങ്ങനെ പറയാ? മൈ മദർ അല്ലെങ്കിൽ മൈ മം വില്ലാണോ വുഡാണോ വുഡ് ഹാവ് ആണോ? വുഡ് ഹാവ് ആണ് വരിക. എന്നുള്ള വുഡ് ഹാവ് വന്നത് ഇവിടെ ഹാഡ് പ്ലസ് V3 ഉണ്ട് അല്ലെ? അപ്പം മൈ മദർ വുഡ് ഹാവ് ബിക്കം അല്ലെ? എന്നുള്ള ബിക്കം വന്നത് ബിക്കമിന്റെ V3 ഫോം ബിക്കം തന്നെ, ബിക്കം ബിക്കെയിം ബിക്കം. ഓക്കെ, അപ്പോൾ ഈ V2 V3 നിങ്ങൾ കുറെ കാണാൻ പഠിക്കണം, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വാക്കുകളുടെ വെർബുകളുടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റിപ്പോട്ടോ. അപ്പം മൈ മം വുഡ് ഹാവ് ബിക്കം ഹാപ്പി. ഓക്കെ, അപ്പോൾ മക്കളെ ഇഫ് ക്ലോസ് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ അല്ലേ? അപ്പം ഇത് സിമ്പിൾ ആണെങ്കിൽ നിങ്ങൾ കമന്റിൽ കാണിക്കുക, അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ